ഹലോ ഫ്രണ്ട്സ്, UK സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഡേറ്റുകളാണ് മെയ് 11, മെയ് 12 എന്ന് പറയുന്നത്. മെയ് 11 തീയതിയാണ് നമ്മളുടെ ഹോം സെക്രട്ടറി ആയിരിക്കുന്ന യുവറ്റ് കൂപ്പർ ഇനിയിപ്പോഴേ ഇന്റർനാഷണലി കെയർ വർക്കേഴ്സിനെ UK റിക്രൂട്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയത്. പിറ്റേ ദിവസം മെയ് 12 തീയതി വിശ്വവിഖ്യാതമായ ആ ഒരു വൈറ്റ് പേപ്പറും പുറത്ത് വരികയുണ്ടായി. പക്ഷേ അതിനൊരു 5-6 മാസങ്ങൾക്ക് മുൻപ് തന്നെ UK വരുന്ന കെയർമാരുടെ എണ്ണത്തിൽ വലിയ രീതിയിൽ ഇപ്പോഴേ കുറവ് വന്നിട്ടുണ്ട്. UK ഇപ്പോഴേ കെയർ വർക്കേഴ്സ് ഇന്ത്യയിൽ നിന്ന് നമ്മുടെ മലയാളം ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ ഇവിടേക്ക് വരുന്നില്ല എന്ന് തന്നെയാണ് നമുക്കിവിടെ അറിയാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങളായിട്ട് ധാരാളം ആൾക്കാർ ഈ ഒരു കെയർ വിസ ഓപ്പൺ ആയി കഴിഞ്ഞപ്പോഴേ UK എത്തിയിരുന്നു. കാരണം അവർ 10 മുതൽ 20 ലക്ഷം രൂപ വരെ ഓരോ ഏജൻസികൾക്കും കൊടുത്തിട്ടാണ് അവർ UK ഒരു COS തരപ്പെടുത്തിയത്. പക്ഷെ ഇങ്ങനെ എത്തിയിട്ടുള്ള ധാരാളം നമ്മുടെ മലയാളികൾ ഉൾപ്പെടെയുള്ള കെയർമാർ വലിയ രീതിയിലുള്ള അടിച്ചമർത്തലാണ് ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം BBC പുറത്തു കൊണ്ടുവന്നൊരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK വലിയൊരു നേഴ്സിംഗ് ഗ്രൂപ്പായ ലോട്ടസ് കെയർ ഗ്രൂപ്പിൽ ജോലി ചെയ്യുന്ന ഏകദേശം അവർക്ക് നോർത്ത് വെസ്റ്റിലായിട്ട് ഏകദേശം ഒരു 10 നേഴ്സിംഗ് ഹോമും നോർത്ത് ഈസ്റ്റിലും അതുപോലെ തന്നെ മിഡ്ലാൻഡ്സിലുമായിട്ട് ഒരു 5 നേഴ്സിംഗ് ഹോമുകൾ ഏകദേശം ഒരു 15ഓളം നേഴ്സിംഗ് ഹോമുകളുള്ള ഒരു കെയർ ഗ്രൂപ്പാണ് ഈ ലോട്ടസ് കെയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എനിക്കത് ഒരു ഇന്ത്യക്കാരൻ്റെ തന്നെ ഓണർഷിപ്പിൽ ഉള്ളതാണ് എന്നാണ് ഈ വാർത്തകൾ പുറത്ത് വരുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. സാധാരണ നമ്മൾ ഇംഗ്ലീഷുകാരാണ് എന്നുണ്ടെങ്കിൽ വലിയ ഇതേപോലെയുള്ള 10-15 ലക്ഷം രൂപ കൊടുത്ത് അല്ലെങ്കിൽ 10-15,000 പൗണ്ട് വാങ്ങിയിട്ടൊന്നും അവരുടെ നേഴ്സിംഗ് ഹോമിലേക്ക് അവർ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റുകൾ നടത്താറില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ UK ഒരു നിയമം അനുസരിച്ച് ഇവിടുത്തെ ഒരു എംപ്ലോയർ ഒരു COSന് ഏകദേശം 284 പൗണ്ട് മാത്രമാണ് ചിലവാകുന്നത്. അത് എംപ്ലോയർ മുടക്കി അവർക്ക് വേണ്ടുന്ന ആളിനെ ഓവർസീസിൽ നിന്ന് റിക്രൂട്ട്മെൻറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് ജോലി നൽകണമെന്നാണ് ഇവിടുത്തെ നിയമം. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷുകാരായ ആൾക്കാർ ഓൺ ചെയ്യുന്ന കെയർ ഹോമുകളോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലേക്കോ അവർ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള വലിയ അടിച്ചുമാറ്റലുകൾ അവർ നടത്താറില്ല. പക്ഷേ ഇന്ത്യക്കാരായിട്ടുള്ള ധാരാളം ആൾക്കാർ ഇവിടെ കെയർ ഹോമുകൾ ഓൺ ചെയ്യുന്നുണ്ട്. അവർ ഇൻ ബിറ്റ്വീനിൽ ഇതേപോലുള്ള ഏജൻസികളെ നിർത്തിയിട്ട് ആ ഏജൻസികളുടെ ത്രൂവിൽ 10,000, 15,000, 20,000 പൗണ്ട് വരെ വാങ്ങിച്ചിട്ട് UK എത്തിച്ചേർന്നിട്ടുള്ള കെയറേഴ്സ് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും BBC പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. BBC നടത്തിയ ഈ ഒരു അഭിമുഖത്തിൽ ഈ പറഞ്ഞ മൈഗ്രൻ്റ് ആയിട്ടുള്ള ഒരു കെയർ വർക്കർ പറഞ്ഞത് അവരുടെ ജീവിതം വളരെയധികം ആശങ്കാകുലമാണെന്നാണ്. കാരണം UK എത്തി ഈ ഒരു നേഴ്സിംഗ് ഹോമിലേക്ക് വന്നതിന് ശേഷം ഇത്രയും വലിയൊരു തുക മുടക്കിയാണ് ഞങ്ങളിവിടെ വന്നത്. പക്ഷെ ഞങ്ങൾക്ക് അസുഖമായി കഴിഞ്ഞാൽ ഒരു ദിവസം സിക്ക് ലീവ് പോലും ഇവർ തരുന്നില്ല എന്നാണ്. മാത്രമല്ല ഈ ഒരു സിക്ക് ലീവ് ഞങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഡബിൾ ഡ്യൂട്ടി ഞങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതിനവർ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് എക്സ്ട്രാ പേയ്മെൻറ്റുകൾ ഒന്നും തരുന്നില്ല. ഈ ഒരു അഭിമുഖത്തിൽ ഇതേപോലെയുള്ള കെയർ വർക്കർമാർ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. കാരണം നിങ്ങൾ ഇതേപോലെ ഒരു സിക്ക് ലീവ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പനിയോ തലവേദനയോ അതുപോലെയുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ ജോലി വന്നിരിക്കണം. നിങ്ങൾക്കൊരു ചെറിയ തലവേദനയോ അല്ലെങ്കിൽ ഒരു പനിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാരസെറ്റാമോൾ കഴിക്കുക. പാരസെറ്റാമോൾ കഴിച്ചതിന് ശേഷം നിങ്ങൾ ഡ്യൂട്ടിക്ക് ഹാജരാകുക. കഴിഞ്ഞ സമ്മറിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചൂടായിരുന്ന സമയത്ത് പലർക്കും ഇതുപോലുള്ള അസുഖങ്ങൾ, ഡയറിയ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ജോലിക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു സമയത്ത് സിക്ക് വിളിക്കുമ്പോൾ ഇവർ പറയുന്ന കാര്യമാണ്, നിങ്ങൾ നാട്ടിലൊക്കെ 40-45 ഡിഗ്രി ചൂടിലല്ലേ നിങ്ങൾ ജീവിച്ചിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇവിടെ വന്നിട്ട് ഇത്രയും ഒരു ചൂട് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അസുഖം വരുന്നു? നിങ്ങൾ അസുഖമുണ്ടെങ്കിലും നിങ്ങൾ ഡ്യൂട്ടിയിൽ ഹാജരാകണം. ഹാജരായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ COS ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് നിങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങൾ നിങ്ങളെ കയറ്റി വിടുമെന്നുള്ള ഭീഷണിയാണ് ഇവരിൽ നിന്ന് എപ്പോഴും ഉണ്ടാകുന്നത്. കാരണം അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു ദിവസം മനുഷ്യരല്ലേ, ചിലപ്പം എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. മാത്രമല്ല ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി UK വന്നിട്ടുള്ളവരാണ്. ഇവിടുത്തെ ഒരു വെതറുമായിട്ടൊന്ന് അഡാപ്റ്റ് ചെയ്യാനുള്ള സമയം പോലും ഇവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ആൾക്കാർക്ക് ഒന്നുകിൽ തണുപ്പ് സമയത്ത് അല്ലെങ്കിൽ ചൂട് സമയത്ത് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള
സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്ന് സിക്കാവും. സിക്കായി കഴിഞ്ഞാൽ സിക്ക് ലീവ് ഇവർ കൊടുക്കത്തില്ല, സിക്ക് വിളിക്കാൻ പറ്റത്തില്ല. നീ എത്ര സിക്കാണെന്നുണ്ടെങ്കിലും ഇവിടെ വന്ന് ജോലി ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇന്ത്യൻ്റെയാണ് നേഴ്സിംഗ് ഹോം, അവർ ബിസിനസ്സാണ്. അപ്പോൾ അവർക്കൊരു കെയർ ഒരു ദിവസം വന്നില്ലെങ്കിൽ അവർ വേറൊരു കെയർ എക്സ്ട്രാ ആയിട്ട് കഴിഞ്ഞാൽ അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സമയത്ത് നിങ്ങളിവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടും, നിങ്ങളുടെ COS നിങ്ങൾ ക്യാൻസലാക്കും, നിങ്ങളെ നാട്ടിലേക്ക് തിരിച്ചു വിടുമെന്നുള്ള ഭീഷണിയാണ് എല്ലാവർക്കും ഉള്ളത്. ഇവിടേക്ക് ജോലി ചെയ്യുന്ന ധാരാളം നമുക്കറിയാം, മിക്കവാറുമുള്ള ആൾക്കാരെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ടൊക്കെ താമസിക്കുന്ന ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ ഇതേപോലെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് നാട്ടിൽ നിന്ന് ഇങ്ങനെ പൈസ കൊടുത്തിട്ട് നേഴ്സായിട്ടൊന്നും വരാൻ സാധിക്കാതിരുന്ന ആൾക്കാർ നമ്മുടെ ഇന്ത്യൻ നേഴ്സസ് ആയിരിക്കും. അവരാണ് കൂടുതലും ഇതേപോലെയുള്ള കെയർ ഹോമുകൾ വന്ന് കഷ്ടപ്പെടുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ യാതൊരു സ്വാതന്ത്ര്യമില്ല. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പോലും അവർക്കൊരു ലീവ് പോലും കിട്ടാത്ത നേഴ്സിംഗ് ഹോമുകളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ബ്രിട്ടീഷ് സർക്കാരിനെ സംബന്ധിച്ചോളം ഇതുപോലുള്ള കേസുകൾ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഇത് ബ്രിട്ടീഷ് സർക്കാരിനെ അറിയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് ഇനിയിപ്പോൾ ഇൻ്റർനാഷണൽ ഒന്ന് റിക്രൂട്ട്മെൻറ്റുകൾ നടത്തേണ്ട. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നെറ്റ് ഇമിഗ്രേഷൻ കൂടുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള എംപ്ലോയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ആൾക്കാർ 200-250 പൗണ്ട് മുടക്കി ഒരു COS എടുക്കുന്നതിന് വേണ്ടി ആൾക്കാരുടെ ഇടയിൽ നിന്നും എംപ്ലോയീസിൻ്റെ ഇടയിൽ നിന്നും 10,000, 10,000, 15,000 വരെ പൗണ്ട് വാങ്ങിച്ചുകൊണ്ട് അവരുടെ നാട്ടിൽ നിന്നും ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് അവരെ അടിമകളെ പോലെ കഷ്ടപ്പെടുത്തും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ ഇവർ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് അവരെ കുറ്റം പറയാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. കാരണം നമുക്ക് വളരെയധികം പ്രയോജനമുള്ളൊരു കാര്യമായിരുന്നു ഈ ഒരു കെയർ വർക്കർമാരുടെ റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത്. അങ്ങനെ ധാരാളം നേഴ്സസ് ഇവിടെ വന്ന് ഭാഗ്യമുള്ളവരൊക്കെ ഇന്ത്യൻ ബേസ്ഡ് നേഴ്സസൊക്കെ വന്നവർക്കൊക്കെ ഇവിടെ പിൻ നമ്പരൊക്കെ കിട്ടി ഇപ്പോഴും ബാൻ 5 നേഴ്സായിട്ടൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷുകാർ ഓൺ ചെയ്യുന്ന നേഴ്സിംഗ് ഹോമുകളിൽ അവർ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ഒക്കെ നടത്തി ഫ്രീ ആയിട്ട് ഇവിടെ UK പല നമ്മളുടെ മലയാളി നേഴ്സസും അവർ പിൻ നമ്പരൊക്കെ നേടി ഇപ്പോൾ ബാൻ 5 നേഴ്സായിട്ട് അതേ നേഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്യുന്നുണ്ട്. അത് ഭാഗ്യമുള്ളവർക്ക് മാത്രം ലഭിച്ച ഒരു കാര്യമാണ്. ഇവരുടെ 15 നേഴ്സിംഗ് ഹോമുകളിൽ 5 നേഴ്സിംഗ് ഹോമുകളും ഇപ്പോഴും CQC കെയർ ക്വാളിറ്റി കമ്മീഷൻ ഡിസ്ക്വാളിഫൈ ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ 2022 ലിവർപൂളിലുള്ള ഒരു നേഴ്സിംഗ് ഹോമിൽ ഇൻസ്പെക്ഷൻ നടത്തി കഴിയുമ്പോൾ അവിടെയുള്ള ഒരു പേഷ്യൻറ്റിനെ ഏകദേശം 1 മാസത്തോളം ഇവർ കുളിപ്പിച്ചിട്ടില്ല. കാരണം അവർക്ക് ബാത്ത് കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ മറ്റൊരു ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ ഏകദേശം ഒരു 38 കിലോ 6 ടോൺസ് ആണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീഡ് ചെയ്യാറില്ല, അല്ലെങ്കിൽ സമയത്തിന് ഭക്ഷണം കൊടുക്കാറില്ല. ഇങ്ങനെ വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ചില കെയർ ഹോമുകളാണ് ഇവർക്കുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 5 കെയർ ഹോമുകൾ ഇപ്പോഴും ഓൾറെഡി ഡിസ്ക്വാളിഫൈ ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള കെയർ ഹോമുകളിലേക്ക് ഇനി ഇപ്പോഴും CQC ചെല്ലും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതുപോലുള്ള വാർത്തകൾ ഇപ്പോഴും പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ മൈഗ്രൻ്റ് ആയിട്ടുള്ള നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടെ വന്നിട്ടുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള കെയർമാർ ഈ കാര്യങ്ങൾ ഇപ്പോഴും BBC-യുടെ അഭിമുഖത്തിൽ ഇപ്പോഴും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതേപോലൊക്കെ കഷ്ടതകൾ അല്ലെങ്കിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ധാരാളം കെയർമാരാണ് വിവിധ നേഴ്സിംഗ് ഹോമുകൾ. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ പറയട്ടെ, ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഓൺ ചെയ്ത് നടത്തുന്ന നേഴ്സിംഗ് ഹോമുകളിലാണ് ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇൻ്റർനാഷണലി എന്തായാലും ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റുകൾ ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് എന്തായാലും നടത്താനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. പക്ഷേങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പോലും ഇതേപോലുള്ള നേഴ്സിംഗ് ഹോമുകളെല്ലാം UK ഗവൺമെൻറ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നു. ഇവിടെയുള്ള ജോലിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഗവൺമെൻറ്റുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് പുതിയ വിസകളൊക്കെ കൊടുത്തിട്ടൊക്കെ മാറാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെയല്ല. കാരണം ഇപ്പോൾ UK ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് UK-യിലുള്ള ആൾക്കാരെ ഇതേപോലെയുള്ള പ്രശ്നങ്ങളിൽ പെട്ടിട്ടുള്ള ആൾക്കാരെ അവർക്ക് പുതിയ വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ COS വേണമെന്നുണ്ടെങ്കിൽ കൊടുത്തുകൊണ്ട് അവരെ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഗവൺമെൻറ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ മുന്നോട്ട് വരിക, നിങ്ങളുടെ കംപ്ലയിൻറ്റുകൾ ഗവൺമെൻറ്റോട്, നിങ്ങളുടെ സ്ഥലം MPയോടോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഉത്തരവാദപ്പെട്ട ആൾക്കാരോട് നിങ്ങൾ പറയുക. കാരണം ഇതേപോലെയുള്ള കെയർ ഹോമുകളിലൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഒരിക്കലും നിങ്ങൾക്ക് മനസ്സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാനായിട്ട് സാധിക്കത്തില്ല. ഏകദേശം ഈ ഒരു 15 നേഴ്സിംഗ് ഹോമുകളിലായിട്ട് 100-ലധികം ഇൻ്റർനാഷണൽ കെയർമാരെ റിക്രൂട്ട് ചെയ്ത് ഈ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ വേറൊരാൾ BBC-യുടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ മിനിമം ഒരു 10,000 പൗണ്ട് എങ്കിലും ഓരോ എംപ്ലോയിയോട് ഇവർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുമൊക്കെ ഗവൺമെൻറ്റിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്
ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ നിറവേറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ടെൻഷൻ ഇല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് UK-യിൽ മുന്നോട്ട് ജീവിച്ചു പോകാനായിട്ട് സാധിക്കും. നമ്മൾ മറ്റൊരു വീഡിയോ കാണുന്നതിലേക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.